അടുത്ത പഠിക്കാനുള്ളത് വളരെ എളുപ്പമുള്ളൊരു സാധനമാണ്, പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സാധനമാണ്. ഞാൻ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എടുക്കുവാണ്. 4 3 കൂട്ടി 7 എഴുതി, 3 കൂട്ടി 10 എഴുതി, വീണ്ടും 3 കൂട്ടി 13 എഴുതി. ഇങ്ങനെ പോകില്ല അരിത്തമെറ്റിക് സീക്വൻസ്. ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിയിട്ട് അതിൻ്റെ അടുത്തടുത്തുള്ള ഏത് 3 പദങ്ങൾ എടുത്താലും അടുത്ത് കിടക്കുന്ന 3 എണ്ണം എവിടുത്തെ വേണമെങ്കിലും എടുത്തോ. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 7 10 13 ആണ്. ഇങ്ങനെ അടുത്തടുത്തുള്ള 3 പദങ്ങൾ എടുത്താൽ അടുത്തടുത്തുള്ള 3 പദങ്ങൾ കോൺസിക്യൂട്ടീവ് 3 നമ്പേഴ്സ് ഇതിന് പറയുന്നതാണ് കേട്ടോ കോൺസിക്യൂട്ടീവ്. അപ്പോൾ അടുത്തടുത്തുള്ള 3 പദങ്ങൾ എടുത്താൽ ഇതിൻ്റെ അകത്ത് ഈ നടുക്ക് വരുന്ന ടൈമില്ലേ അത് കണ്ടുപിടിക്കാൻ ഈ അറ്റത്തുള്ള 2 കൂടി കൂട്ടി പകുതി എടുത്താൽ മതി. ഇത് നോക്കിയേ, 7ഉം 13ഉം കൂടി കൂട്ടി പകുതി എടുത്തു. 13ഉം 7ഉം എത്രയാണ്? 20/2. ആൻസർ എത്ര കിട്ടി? 10. ഇനി ഇത് വേറൊരെണ്ണം നോക്കിയോ, 2 4 6 8 10. ഇഷ്ടമുള്ള 3 ടൈം എടുത്തു. 4 6 8 അല്ലേ? ഇതേ ഈ 6 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 8ഉം 4ഉം കൂടി കൂട്ടി പകുതി എടുത്താൽ മതി. 8 4 എത്രയാണ്? 12. 12ന്റെ പകുതി എത്രയാണ്? 6. കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് പഠിക്കാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ 3 ടേമുകളാണ് എയും ബിയും സിയും. അങ്ങനെയാണെങ്കിൽ ബി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇത് എയും സിയും കൂടി കൂട്ടി പകുതി എടുത്താൽ മതി. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കേട്ടോ ഇത്. അപ്പൊ ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും, 5 ഡാഷ് 13. ഇവിടെ ഏതായിരിക്കും നമ്പർ? എന്ത് ചെയ്യണം? 13ഉം 5ഉം കൂടി കൂട്ടണം. എത്ര കിട്ടും? 13ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ 18. ഇത് സംശയമുള്ളത് നോക്കിയാൽ 13 + 5/2 പകുതി എടുക്കണം. 13ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 18. 18ന്റെ പകുതി എത്രയാണ്? 9. എളുപ്പമല്ലേ? എളുപ്പമല്ലേ? ഇത് 7 ഡാഷ് 19. ആ ഡാഷിന്റെ അവിടെ എന്ത് വരുമെന്നൊന്ന് കമന്റ് ചെയ്തേ വേഗം.